വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇന്നാണിപ്പോൾ സഭാ സമ്മേളനം സജീവമായത്. നിരവധിയായ വിഷയങ്ങൾ, അതിലേറ്റവും എടുത്തു പറയേണ്ടത് ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം, വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ചെലവുകൾ ഉൾപ്പെടെ അങ്ങനെ വിഷയങ്ങൾ നിരവധിയാണ്. ഒരുപക്ഷെ സഭാ സമ്മേളനത്തിന്റെ തുടക്കം ചൂടുപിടിക്കുക അത്തരം വിഷയങ്ങളിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എങ്കിൽ ഇന്ന് അതായിരുന്നില്ല. രാവിലെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിലേക്ക് ഊന്നുന്നുണ്ട് സർക്കാർ സംവിധാനം. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായിരുന്നു അങ്ങനെ പ്രതിപക്ഷ നേതാവിലേക്ക് ആക്രമണം ഉയരാനുണ്ടായ ഒരു പശ്ചാത്തലം? ചോദ്യോത്തരവേള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റു. അതിശക്തമായ പ്രതിഷേധം, അതായത് 41 നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ഒഴിവാക്കിയതിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, അത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളുടെ ലംഘനമാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അതിലെ പ്രതിഷേധം അറിയിക്കുകയും ചോദ്യോത്തരവേളയുമായി സഹകരിക്കില്ലെന്ന് നിലപാടെടുക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നടുത്തരത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. എല്ലാത്തിനും ഭയമാണ് സർക്കാരിന് എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിയാണ് പ്രതിപക്ഷം നടത്തിയത്. ഇതിനിടെ ചോദ്യോത്തരവേള പുരോഗമിച്ചു. മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ പ്രതിപക്ഷത്തിന്റെ നിലപാടുള്ള അതൃപ്തി പരസ്യമാക്കി. അതിനിടയിലും പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ മാത്യു കുഴൽനാടൻ മറ്റെല്ലാ അംഗങ്ങളും നടുത്തളത്തിൽ നിന്ന് പിൻവാങ്ങി അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോയപ്പോഴും മാത്യു കുഴൽനാടൻ പിൻവാങ്ങിയില്ല. അദ്ദേഹം നടുത്തളത്തിൽ സ്പീക്കർ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം വേണ്ടി തുടർന്നു എന്നാണ് സ്പീക്കർ പറയുന്നത്. അതുകൊണ്ട് സ്പീക്കർ നടത്തിയ പരാമർശമാണ് പിന്നീട് വിവാദമായത്. ആരാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്? ഒന്നിലേറെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടോ എന്ന ചോദ്യം, അത് വലിയ വിമർശനം, വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന് ഇടയാക്കി. പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായ, നമ്മൾ നേരത്തെ കേട്ടതുപോലെ അതിരൂക്ഷമായ ഭാഷയിൽ സ്പീക്കറെ വിമർശിച്ച് സഭയിൽ നിന്ന് പുറത്തുപോയി. സ്പീക്കർക്ക് രക്ഷാകരങ്ങളുമായി എത്തിയത് ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ്, പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു. സ്പീക്കറും അതിൽ തന്നെ നിലപാട് അറിയിച്ചു. അതിനുശേഷം സ്പീക്കർ റൂളിംഗ് നടത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഇതിലൊരു അപ്ഡേഷൻ ഉണ്ട്. അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷ വിമർശനം, അപക്വമതിയായ പ്രതിപക്ഷ നേതാവ്, നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവ് എന്ന് മുഖ്യമന്ത്രിയും MP രാജേഷും ഒക്കെ നടത്തിയ വിമർശനത്തിന് മറുപടി ഇപ്പോൾ പ്രതിപക്ഷം നൽകുകയാണ്. പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി, നിയമസഭാ കക്ഷി സെക്രട്ടറി AP അനിൽകുമാർ സ്പീക്കർക്ക് കത്ത് നൽകി. പ്രതിപക്ഷ നേതാവിനെതിരെ പാർലമെന്ററി കാര്യമന്ത്രിയും മുഖ്യമന്ത്രി നടത്തിയ അധിക്ഷേപര പരാമർശം സഭാരേഖകളിൽ ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനിൽകുമാറിന്റെ നോട്ടീസ്. ചോദ്യങ്ങൾ ചട്ടവിരുദ്ധമായി അൺസ്റ്റാർഡാക്കിയതിൽ പ്രതിപക്ഷ സാമാജികർ സഭയിൽ പ്രതിഷേധിച്ചു. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ദൗർഭാഗ്യകരമായ പരാമർശം സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായി? ഇക്കാര്യം ഇതിലെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ കാര്യങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് പ്രതിപക്ഷ നേതാവിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തുകയും ചെയ്തത് സഭാരേഖകളിൽ ഉണ്ടാകരുതെന്നാണ് AP അനിൽകുമാറിന്റെ ആവശ്യം. പ്രതിപക്ഷം ഈ വിഷയത്തിൽ സഭ വിട്ട് പുറത്തു പോവുകയായിരുന്നു. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങുകയായിരുന്നു പ്രതിപക്ഷം. അതിനുശേഷം അവർ ഇപ്പോൾ സഭയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ശൂന്യവേളയുടെ തുടക്കത്തിൽ ചരമോപചാരമാണ്. നേരത്തെ ഈ കഴിഞ്ഞ സഭാ ഈ കാലയളവിൽ അന്തരിച്ച കുട്ടി അഹമ്മദ് കുട്ടി, മുൻ MLA, അതുപോലെ തന്നെ CP നേതാക്കളായ സീതാറാം യെച്ചൂരി, MM ലോറൻസ് തുടങ്ങിയവർക്കുള്ള ചരമോപചാരം സഭയിൽ സ്പീക്കർ അവതരിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ സഭ അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുശേഷം റൂൾ 50 അനുസരിച്ചുള്ള നോട്ടീസ് സഭ പരിഗണിക്കും. നമുക്കറിയാം, രാവിലെ ഉണ്ടായതിന് സമാനമായ ഒരുപക്ഷെ അതിലേറെ ശക്തമായ ബഹളം അല്ലെങ്കിൽ ശബ്ദം ബഹളവും ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെയാണ് സഭയിൽ ആ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുക എന്ന ഉറപ്പാണ്. കാരണം സർക്കാർ ആഗ്രഹിക്കാത്ത തരത്തിലൊരു വിഷയമാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. അടുത്തിടെ സർക്കാർ ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കിയ, വലിയ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ വിഷയമാണ് ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം. അതിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ ഉള്ള പരാമർശം, താൻ അങ്ങനെ ഒരു പദപ്രയോഗമോ അല്ലെങ്കിൽ അത്തരം വാക്കുകളോ ഉപയോഗിച്ചത് മുഖ്യമന്ത്രി പറയുമ്പോഴും എങ്ങനെ PR ഏജൻസി മുഖ്യമന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ്, അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് പ്രതിപക്ഷം സണ്ണി ജോസഫ് നൽകുന്നത്. ഇപ്പോൾ ആ ഉപക്ഷേപമുണ്ട് എന്ന കാര്യം, സഭ നിർത്തിവെക്കുന്ന ഉപക്ഷേപമുണ്ട് എന്ന കാര്യം സ്പീക്കർ സഭയെ അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം, PR ഏജൻസി ആരോപണമൊക്കെ പ്രതിപക്ഷം ഇതിന്റെ ഭാഗമായി ഉന്നയിക്കും. അത് സർക്കാർ അനുവദിക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ സ്പീക്കർ ആ നോട്ടീസ് വായിക്കുകയാണ്, നോട്ടീസിന്റെ ആമുഖം വായിക്കുകയാണ്. എന്താകും ഇതിൽ ഭരണപക്ഷ നിലപാടെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സർക്കാരിനെ, ഭരണപക്ഷത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയുടെ വിഷയം. മുഖ്യമന്ത്രി ആ നോട്ടീസിന് മറുപടി പറയുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആ നോട്ടീസിന് മറുപടി പറയുന്നു. ആ നോട്ടീസ് പോലും പരിഗണിക്കാതെ
തള്ളുകയിൽ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തള്ളുകയാണ്. ആ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാതെ തള്ളുകയാണ് സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരമായി ചർച്ച ചെയ്യാൻ കഴിയില്ല. അടുത്ത നടപടികളിലേക്ക് സഭ കടക്കുകയാണ്. ശ്രദ്ധ ക്ഷണിക്കരുന്ന അടുത്ത നടപടിക്രമത്തിലേക്ക് സഭ കടക്കുന്നു. പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് പോലും പരിഗണിക്കാതെ മലപ്പുറം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം സംസ്ഥാനത്തിനാകെ നാണക്കേടായി, ഒരു ജില്ലയ്ക്കാകെ നാണക്കേടായി എന്ന നോട്ടീസ്, PRNC ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതൊന്നും നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും പ്രതിപക്ഷത്തിന് സർക്കാർ അവസരം കൊടുക്കുന്നില്ല. ആ നോട്ടീസ് തള്ളിയിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരം അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നോട്ടീസ്, ക്ഷമിക്കണം, മുഖ്യമന്ത്രി ചർച്ചയ്ക്കെടുക്കാം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൽ പ്രത്യേക ചർച്ചയുണ്ടാകും. ഉപക്ഷേപത്തിൽ ചർച്ചയുണ്ടാകുമെന്ന പുതിയ വിവരം കൂടിയാണ് സർക്കാർ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് മുഖ്യമന്ത്രി